നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ബഹുഭാര്യത്വം ക്രിമിനൽ കുറ്റമാക്കിയതിലൂടെ സ്ത്രീകളുടെ അവകാശത്തിനു വേണ്ടി വിപ്ലവകരമായ തീരുമാനമാണ് ആസാമിലെ BJP സർക്കാർ സ്വീകരിച്ചത്. ആദ്യ വിവാഹം സാധുവായിരിക്കെ അത് മറച്ചുവെച്ച് വീണ്ടും വിവാഹം കഴിച്ചാൽ ഇനി വിവരമറിയും. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് ഇക്കാര്യത്തിൽ ഇനി വിട്ടുവീഴ്ചയില്ലെന്ന് അറിയിച്ചത്. എന്നാൽ ഇതും ഇസ്ലാമിനെതിരാണെന്ന വാദവുമായി ചിലർ രംഗത്തെത്തിയിട്ടുണ്ട്. നിയമം മതപരമല്ലെന്നും ഏത് മതത്തിൽപ്പെട്ടയാളാണെങ്കിലും ക്രിമിനൽ തന്നെയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ നിയമപ്രകാരം നിലവിലെ വിവാഹം മറച്ചുവെച്ച് ഒന്നിലധികം വിവാഹം കഴിക്കുന്നവർക്ക് 10 വർഷം വരെ കഠിന തടവാണ് ശിക്ഷ. കുറ്റകൃത്യം ആവർത്തിക്കുന്നവർക്ക് ശിക്ഷ ഇരട്ടിയാകും. വിവാഹത്തിന് കൂട്ടുനിൽക്കുന്ന രക്ഷിതാക്കൾ, ഗ്രാമമുഖ്യർ, ഖാസിമാർ, ബന്ധുക്കൾ തുടങ്ങിയവരും പെടും. 2 വർഷം വരെ അകത്ത് കിടക്കേണ്ടി വരും. ബഹുഭാര്യാത്വത്തിൽ ശിക്ഷിക്കപ്പെട്ടവർക്ക് സർക്കാർ ജോലിക്കോ ആനുകൂല്യങ്ങൾക്കോ അർഹതയില്ലെന്നും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനാവില്ലെന്നും ആസാം സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്ലാം വിരോധം ആരോപിക്കുന്നവർ യഥാർത്ഥ മതവിശ്വാസികളല്ലെന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ മറുപടി. തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ ബഹുഭാര്യാത്വം നിരോധിച്ചിട്ടുണ്ട്. അതേസമയം രാജ്യത്തെ 87% മുസ്ലിം സ്ത്രീകളും ബഹുഭാര്യാത്വം ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 82 പ്രകാരം കുറ്റകരമാക്കണമെന്ന അഭിപ്രായക്കാരാണെന്ന് ഭാരതീയ മുസ്ലിം മഹിളാ ആന്തോളൻ VMMA നടത്തിയ സർവേ അഭിപ്രായപ്പെടുന്നു. വീട്ടുജോലിക്കാരും തയ്യൽ തൊഴിലാളികളും അങ്കണവാടി ജീവനക്കാരും അടക്കമുള്ള ദിവസവേതനക്കാരായ സ്ത്രീകളുടെ ഇടയിലാണ് സർവേ നടന്നത്. ബഹുഭാര്യാത്വം, വിവാഹമോചനം, ശൈശവ വിവാഹം, സാമ്പത്തിക ചൂഷണം എന്നിവയെ ന്യായീകരിക്കാൻ മതത്തെ വ്യാപകമായി ദുരുപയോഗപ്പെടുത്തുകയാണെന്ന് സർവേക്ക് നേതൃത്വം നൽകിയ സാക്യ സോമനും നൂർജഹാൻ സഫിയ നാസും പറയുന്നു. ഇസ്ലാം 4 വിവാഹങ്ങളെ അനുവദിക്കുന്നു എന്ന വാചകം എങ്ങനെയാണ് ആയുധമാക്കപ്പെടുന്നതിന്റെ വിവരങ്ങളാണ് കൂടുതൽ പേരും പങ്കുവച്ചത്. 88% ഭർത്താക്കന്മാരും ഭാര്യമാരുടെ അനുമതിയില്ലാതെ അവരെ അറിയിക്കുക പോലും ചെയ്യാതെയാണ് വീണ്ടും വിവാഹം ചെയ്യുന്നത്. പ്രതിമാസം 10,000 രൂപ വരെ മാത്രം വരുമാനമുള്ള പുരുഷന്മാർ ഇത്തരത്തിൽ ഒന്നിലധികം വിവാഹം ചെയ്യുന്നത് മൂലം കൂടുതൽ ആളുകളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയാണെന്നും പരാമർശമുണ്ട്. ബഹുഭാര്യാത്വമുള്ള വീടുകളിലെ 20% സ്ത്രീകളും 18 വയസ്സിന് മുമ്പ് വിവാഹിതരായവരാണെന്നാണ് മറ്റൊരു കണ്ടെത്തൽ. ഔപചാരിക വിദ്യാഭ്യാസം ഇല്ലാത്തവരിലാണ് ഇത് കൂടുതലുമെന്നാണ് സർവേ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.